എത്രയോ ഹൃദയങ്ങളിൽ ദൈവം സംസാരിക്കാറുണ്ട്. വലിയ വലിയ പ്രശ്നത്തോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിക്കും. മാനുഷിക ശബ്ദം നിന്നെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കരുത്. ദൈവശബ്ദം നിനക്ക് ധൈര്യം തരുന്നതാണ്. മോശയുടെ ജീവിതത്തിൽ 3 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചു പഠിക്കാൻ പറ്റും. മോശയുടെ കഴിവ് നിങ്ങൾക്കറിയാവോ? ഒരു വിക്കനായിരുന്നു മോശ. മോശയുടെ ചരിത്രം പ്രസംഗിച്ചാൽ ഞാൻ പറയാറുണ്ട്, ദൈവത്തിന് ആരെക്കൊണ്ടും എന്തും എങ്ങനെയും ചെയ്യിപ്പിക്കാൻ പറ്റും. നീ പറയുന്ന ഒരു ബലഹീനതയല്ല. ദൈവത്തിന് സ്തോത്രം. മറിച്ച് അവിടെയെല്ലാം നിന്നെ ശക്തിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ചിലർ പറയും എനിക്ക് ചൊവ്വ വർത്താനം പറയാൻ അറിയത്തില്ല. ചിലർ പറയും എനിക്ക് ചൊവ്വ പ്രാർത്ഥിക്കാൻ അറിയാം. ചിലർ പറയും എനിക്ക് നല്ലതായിട്ട് നടക്കാൻ അറിയത്തില്ല. ചിലർ പറയും എനിക്ക് നന്നായിട്ട് നടക്കാൻ അറിയാം. ചിലർ പറയും എനിക്ക് വിദ്യാഭ്യാസമുണ്ട്. ചിലർ പറയും വിദ്യാഭ്യാസമില്ല. ചിലർ പറയും എനിക്ക് സൗന്ദര്യമുണ്ട്. ചിലർ പറയും എനിക്ക് സൗന്ദര്യമില്ല. ചിലർ പറയും എനിക്ക് കഴിവില്ല. ചിലർ പറയും കഴിവുണ്ട്. പക്ഷേ ഞാനിവിടെ വചനത്തിൻ്റെ വെളിപ്പാടിൽ പറയാം, നമ്മുടെ ഒരു കഴിവും ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ആരെ വേണേലും ഉപയോഗിക്കാം. ഇവിടെ മോശയുടെ ആദ്യത്തെ 40 വർഷം മോശ കൊട്ടാരത്തിൽ, ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഒരു രാജാവിൻ്റെ പുത്രനായിട്ട് വളർത്തപ്പെടുകയാണ്. പിന്നത്തെ 40 വർഷം മോശ മരുഭൂമിയിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. പിന്നത്തെ 40 വർഷം മോശ ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി 40 വർഷം ഇറങ്ങുകയാണ്. ഈ 80 വയസ്സ് കഴിഞ്ഞുള്ള 3ാമത്തെ പീരീഡ്, 40ാമത്തെ വർഷത്തിലേക്ക്, അടുത്ത 40 വർഷത്തിലേക്ക് മോശ എൻട്രി ചെയ്യുമ്പം ദൈവം മോശയുടെ ലൈഫിൽ ഉണ്ടാക്കിയ ടേണിംഗ് പോയിൻ്റാണ് ഇന്നത്തെ ധ്യാനം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, ഈ ജനം സ്വന്തമല്ല ദേശത്ത് പോകും, പക്ഷെ 4ാം തലമുറ അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി വരും. സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് അതിനിടയ്ക്ക് ഒത്തിരി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. പീഡനങ്ങൾ. പഴയ നിയമം നിഴല, പുതിയ നിയമം പൊരുള. അക്ഷരീക ഇസ്രായേൽ കനാൻ നാട് നോക്കി പാർത്തെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ സ്വർഗീയ കനാൻ നോക്കി പാർക്കുക. അവർ മിസ്രൈം വിട്ട് മരുഭൂമിയിൽ കൂടെ നടന്നെങ്കിൽ നമ്മുടെ ജീവിതമെന്ന മരുഭൂമിയിൽ കൂടെ നമ്മൾ നടക്കുക. അവർ കനാൻ നാട്ടിൽ എത്തിയെങ്കിൽ നിങ്ങളും എത്തണം ആ സ്വർഗീയ കനാനിൽ. ഹല്ലേലൂയ. അവർക്ക് ദൈവം മന്ന പൊഴിച്ചു കൊടുത്തെങ്കിൽ നിനക്കും ദൈവം തിരുവചനത്തിൻ്റെ മന്ന പൊഴിച്ചു തരും. അവരെ ദൈവം മേഘം കൊണ്ട് കാത്തെങ്കിൽ ദൈവം നിന്നെ, ദൈവത്തിൻ്റെ സ്തോത്രം, ഇന്നും കാക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയും, അവൻ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കത്തില്ല. 98ാം സങ്കീർത്തനം, തൂവല് കൊണ്ട് അവൻ മറയ്ക്കും രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ ഇതൊന്നും നിന്നോട് അടുത്ത് വരത്തില്ല. കാരണം എന്താ? നീ ദൈവത്തിൻ്റെ കാവലിലാണ്.